ESSEMM 50 watts color changing RGB LED floodlight with remoted green, blue and white ആണ് ഇതിൻ്റെ പേര്. വലിയ പേരാണ്. ഓഫ്കോഴ്സ് PSC പോലും ഒത്തിരി പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇത് അൺബോക്സ് ചെയ്ത വീഡിയോ ആണ്. ഇപ്പോൾ ഒരു പെടൽ പോലത്തെ ഒരു ബോക്സാണ്. ഇതിൻ്റെ അപ്പുറം ഒരു റിമോട്ടും ഉണ്ട്. ഇത് റിമോട്ടാണ് ഈ സാധനം. സോ ലൈറ്റിംഗ് ഒക്കെ ഒന്നുകൂടെ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം വാങ്ങിച്ചത്. ലൈറ്റിങ്ങിന് കുറേ എന്താ പറയുക റൂൾസ് ഒക്കെ ഉണ്ട്. കീ ലൈറ്റ്, ഫ്രണ്ട് ലൈറ്റ്, ബാക്ക് ലൈറ്റ്, അങ്ങനെ എന്തെല്ലാം പറഞ്ഞു നമുക്കതൊന്നും അറിയില്ല. ബട്ട് നമ്മുടെ ലൈറ്റിംഗ് എപ്പോഴും പവർഫുൾ ആയിരിക്കണം. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എത്രയായിരിക്കും? മേ ബി 1500? നോ, ഇത് മാർക്കറ്റിൽ കിട്ടുന്നത് തന്നെ ചീപ്പ് റൈറ്റ്, ഓൺലി 300. എവിടെ 300 റുപ്പീസ് മാത്രം. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള RGBയിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു സാധനമാണ് ഗൈസ് ഈ ഒരു RGB എന്ന് പറഞ്ഞാൽ. RGB പാനൽ ലൈറ്റ് 300 ഈ ഒരു മുതലുണ്ടോയെന്ന് ചോദിച്ചാൽ 50 LED എങ്ങനെ വന്നാലും ഏറിപ്പോയാൽ 100 രൂപ വരും. സോ ആമസോൺ ചീറ്റ് ചെയ്തു. ആമസോൺ ചീറ്റ്. കുഴപ്പമില്ല, ഞാനിത് RGB ലൈറ്റ് മാത്രമായിട്ടല്ല യൂസ് ചെയ്തത്. ഞാൻ കപ്പ് ഹോൾഡറായിട്ട് കൂടി ഇത് യൂസ് ചെയ്യും. ആണെങ്കിൽ ഞാൻ എൻ്റെ ഫോണൊക്കെ ഇതിൻ്റെ അകത്തിടും. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകും. ഞാനിത് മുതലാക്കും. നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കണം. ഓൺ ചെയ്ത് നോക്കാൻ പാടി വർക്ക് ചെയ്യാവോ? ആമസോണിൻ്റെ അല്ല പ്രോഡക്റ്റ്. എങ്ങനെയുണ്ട് നോക്കാം. ഓൺ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് ആർക്കും കേൾക്കുന്നില്ല എന്ന് കുറേ കമൻറ്റ് വന്നത്. ഞാൻ പറയുന്നത് കേൾക്കാത്തതിൻ്റെ മെയിൻ കാരണം ഒന്ന് ആകാശത്ത് നിന്ന് കറങ്ങുന്ന ഫാനാണ്. 2 ഇതിൻ്റെ മൈക്കാണ്. മൈക്ക് ഞാൻ കാണിച്ചു തരാം. എടാ ഇങ്ങോട്ട് വാ. മൈക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചതായതുകൊണ്ട് പറഞ്ഞത് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ച് ദൂരത്തല്ലേ ക്യാമറ. പിന്നെ ഈ വയറിങ്ങനെ വലിച്ചു പിടിക്കേണ്ട വിചാരിച്ചിട്ടാണ്. പോരാത്തതിന് ഈ സാധനം ഓടും. വിൻഡ് എന്തൊരു പേരാണ് ഇതിൻ്റെ പൂച്ചരമോ. അപ്പോൾ ഇതും കൂടി ഇടുന്നതുകൊണ്ടാണ് സൗണ്ട് കേൾക്കാത്തത്. അപ്പോൾ ഞാനിത് ഊരി വെച്ച് ഇനി ഇത്ര അടുത്ത് വന്ന് സംസാരിച്ചാൽ മാത്രമേ ഞാൻ പറയുന്നത് കേൾക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു സീനിലുകൊണ്ടാണ് ഞാൻ കൈ പിടിക്കാണ്ട് മര്യാദയ്ക്ക് ക്യാമറയുടെ മുകളിൽ വെച്ച് സംസാരിക്കുന്നത് കേട്ടോ. ഇനി സംസാരിക്കുന്നത് കേൾക്കാത്തവർ വല്ല ഇയർഫോണോ അല്ലെങ്കിൽ കുറച്ച് വോളിയോ കൂട്ടി വെച്ചാൽ ഞാൻ പറയുന്നതൊക്കെ കേൾക്കാം. അപ്പോൾ നമ്മുടെ മൈക്ക് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് സാധനം പൊട്ടിക്കാം. ഓക്കെ, ഇത് വേറെ ഒന്നും തന്നില്ല. നമ്മുടെ കയ്യിലുള്ള വേറെ എന്തിന് ആമസോണിൽ എല്ലാ പ്രാവശ്യം തരുന്ന മറ്റേ പേപ്പറില്ലേ, ആ പേപ്പർ ഒന്നും മറ്റേ മാനുവൽ വരെ കിട്ടിയില്ല. ഓഫ്കോഴ്സ് വയർ പ്രതീക്ഷിക്കണ്ട. ഇനി നമുക്ക് വയറിങ് കൊടുക്കാം. പിന്നെ വയറിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം നമ്മൾ സക്സസ്ഫുള്ളി കണക്റ്റ് ആക്കി. ഇനി നമ്മുടെ പള്ളി പെരുന്നാൾ സെറ്റപ്പ് ഒന്ന് ഓൺ ചെയ്യാം. പൊളി. ഓക്കെ, റെഡ്, ഗ്രീൻ, ബ്ലൂ, വൈറ്റ് എല്ലാ കളറുണ്ട്. നോ ഇഷ്യൂസ്. ഓറഞ്ച്, പിന്നെയും ഗ്രീൻ, വേറൊരു ബ്ലൂ, പിന്നെ അതായത് മഞ്ഞ, വേറൊരു ബ്ലൂ, പർപ്പിൾ, യെല്ലോ, ആകാശ ബ്ലൂ, വേറൊരു പർപ്പിൾ, വേറൊരു യെല്ലോ, വേറൊരു ആകാശ നീല, വേറൊരു പിങ്ക്. ഞാനൊരു RGB കട്ട ഫാനാണ്. RGB എവ്രിവർ RGB ആണ്. ഫുൾ ഓഫ് RGB ബിഗ് ഫാൻ. RGBയുടെ ഒരു RGB എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഞാൻ വാങ്ങിച്ചു കൊണ്ടു. ഇറ്റ്സ് എ RGB ബ്രാൻഡ്. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്, കാണിച്ചു തരാം. ഞാനിത് ഓഫാക്കി. ദെൻ ഞാനിത് ടച്ച് ചെയ്താൽ കണ്ടോ കത്തും. സംഭവം നമുക്കിത് കത്തിക്കാൻ കാരണം ഒന്നും ആവശ്യമില്ല. ഇത് ഷോക്കല്ല, എന്തോ ഒരു
ഷോക്കൊന്നുമില്ല. സംതിങ് നേരത്തെ ഷോക്ക് അടിച്ചത് കൊണ്ടായിരിക്കാം. എൻ്റെ കയ്യിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് ആണോന്നും അറിയില്ല. നിങ്ങളൊരു RGB ഫാനാണെങ്കിൽ ലൈക്ക് ഫോട്ടോഗ്രാഫി എന്തിനും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റിമോട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് നോട്ട് യൂസർ ഫ്രണ്ട്ലി, നോട്ട് മേക്ക് സെൻസ്. കടാ പെട്ടെന്ന് കൊണ്ട് കളർ മാറി കിട്ടില്ല. ഓക്കെ, കറക്റ്റ് സിഗ്നൽ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാലേ ഉള്ളൂ. ബട്ട് 300 റുപ്പീസിൽ നമുക്ക് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബഡ്ജറ്റായിട്ടുള്ള ഒരു RGB ലൈറ്റാണ്. പിന്നെ എൻ്റെ പോലുള്ള ഒരു RGB ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ചൂസ് ചെയ്യാം. ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി ലെറ്റ്സ് ഗോ ടു സ്റ്റോറി മോഡ്. ഇതുവാണ് നമുക്കൊരു കൂൾ ബാക്ക് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കൂൾ ലൈറ്റ്സ് കാരണം നമുക്ക് ഈ വീഡിയോ എടുക്കാനുള്ള ഒരു ആംബിയൻസ് സെറ്റായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈറ്റിനോട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത് അറ്റാച്ചായിട്ട് നിൽക്കുന്നത്. ഉണ്ടോ, ഓരോ ലൈറ്റ് നമുക്ക് ഓരോ മൂഡ് വരും. ആ ഒരു ഒത്തിരി ഫീലാണ് കണ്ടോ. കണ്ടോ, ഓരോ ലൈറ്റിനും ഓരോ മൂഡാണ്. അവിടെ പോകണം ഓണാക്കണമെങ്കിൽ സിഗ്നൽ കറക്റ്റ് കിട്ടില്ല. കണ്ടോ, ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മൾ RGB ലൈറ്റ് ആൻഡ് നമ്മളെ പൂളിലെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്തത്. അതിൻ്റെ വീഡിയോസ് വരുന്നതാണ്, പ്രോസസ്സിങ്ങിലാണ്. പിന്നെ അതിൻ്റെ പണിയിലൊക്കെ ആകുമ്പോൾ കുറച്ച് സോ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.